എൻ്റെ പേര് ജോമോൻ പോൾ. ഞാൻ അത്താണി മേക്കാട് എൻ്റെ വീട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അമ്മയുടെ കൂടെയാണ്, എൻ്റെ അമ്മയുടെ കൂടെ. ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായില്ല, പക്ഷേ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയമാണ്. കസ്റ്റംസിൽ ഞാനൊരു ഷെഫാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ജോബും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അവിടെ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടിയൊക്കെ എടുത്ത് വന്ന ടൈമിൽ ഞാനപ്പോൾ അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ വന്നായിരുന്നു അമ്മയുടെ കൂടെ. ആ സമയം എനിക്ക് കോയമ്പത്തൂർ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പം എന്നെ ഇങ്ങനെ കാണുന്നത് തന്നെ അമ്മയുടെ ഒരു ശക്തി തന്നെയാണ്. അതിന് പറയാൻ പറ്റില്ല, ആ അളവിലുണ്ട്. കാരണം നിങ്ങൾക്ക് ചത്ത് ജീവിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക്. കാരണം എൻ്റെ ഫേസിൽ 5 പ്ലേറ്റും 42 സ്ക്രൂവും തല പൊളിച്ച് 58 സ്റ്റിച്ച് ഇട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതുവരയ്ക്കും ഒരു ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അതൊരു ഏറ്റവും വലിയ സാക്ഷ്യമോ എൻ്റെ അമ്മോട് പറയാനുള്ളത്. അമ്മ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. ഈ നിമിഷം വരയ്ക്കും എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ തണലായിട്ട്. എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കൂടെ, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനാണ് വന്നേക്കുന്നത്. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കിട്ടില്ല എന്നാണ് എൻ്റെ നാട്ടിൽ അറിയിച്ചത്. ആ സമയം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ട് ചിക്കൻ്റെ ലെൻസിൽ കയറിയായിരുന്നു. അത് ഞാൻ കോയമ്പത്തൂർ എന്നെ സർജറി ചെയ്യാൻ, നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം ഒരു സർജറി ചെയ്യണമെന്നെങ്കിൽ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെയും അംഗീകാരം ഇല്ലാണ്ട് സർജറി നമ്മുടെ ദേഹത്ത് കത്തി വയ്ക്കില്ല. ആ സമയത്ത് എന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയർ ഓഫീസറിൻ്റെ ഒരു സൈനോടുകൂടി എന്നെ സർജറി ചെയ്തു. അത് എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയേക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മാതാവ് ഈ നിമിഷം വരയ്ക്ക് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്നെ സർജൻ ചെയ്ത ഡോക്ടർ, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാലറിയാം, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ്, എൻ്റെ തല ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാലെൻ്റെ കീറിയിട്ടുണ്ട്. ഞാൻ ഷെഫായതുകൊണ്ട് എനിക്ക് ഹീറ്റ് കൊള്ളാൻ പാടില്ല എൻ്റെ മുഖത്ത്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് 3 ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്തു. എനിക്കെൻ്റെ ജീവനിൽ പേടിയില്ല. കാരണം എൻ്റെ മാതാവ് തന്ന ജീവൻ മാതാവ് അറിയാണ്ട് ഇനി ഒരു കാലത്തും എടുക്കില്ല, അത്രയ്ക്ക് ഉറപ്പുണ്ട് എനിക്ക്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കല്യാണം കഴിഞ്ഞത്. കാരണം ഇങ്ങനൊരു തല ഇല്ലാത്ത ഒരാളെ കെട്ടാനൊരു പെങ്കൊച്ച് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് വന്നൊരു നേഴ്സായിരുന്നു. പക്ഷെ അതും എൻ്റെ മാതാവിൻ്റെ കൂടെ നിന്ന് അത്രത്തോളം എന്നെ കൈപിടിച്ച് അവരുടെ കൂടെ നടത്തി. ഞാൻ പുറത്തേക്കൊന്നും പോവാത്തൊരു വ്യക്തിയാണ്. എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ആ സമയം ഇവിടെ ഞാൻ നിന്നു. വൈഫിവിടെ ജോലി ഇല്ല അപ്പോൾ എൻ്റെ ജോലിയിലാണ് വർക്ക് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ മംഗലപ്പുഴ സെമിനാറിൽ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റായി. കൊറോണ മേജർ, അതായത് 12 ലിറ്റർ ഓക്സിജനിൽ എന്നോട് ഡോക്ടർ വിളിച്ച് അവിടെ നിന്ന് പറയുന്നത്, നീ സർജറിക്ക് വൈഫിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൊച്ചിനെയും അമ്മയും കിട്ടില്ല എന്നാണ് എന്നെ പറഞ്ഞത്. ഞാൻ അവിടെ വിളിക്കാത്ത ദൈവങ്ങളില്ല, മാതാവിൻ്റെ അടുത്ത് പറയാത്ത കണ്ണീരില്ല. അത്രമാത്രം മുട്ടുകുത്തി എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കൂടെ എപ്പോഴും അന്നും ഇന്നും 12 ലിറ്ററിലാണ് ഓക്സിജൻ എന്നെ കയറ്റിയപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞ് എൻ്റെ അടുത്ത് സൈൻ ചെയ്ത് മേടിച്ചതാണ്. 2 പേരെ കിട്ടില്ല, ഇതിൽ ഞങ്ങൾ ഉത്തരവാദിത്വം അല്ല എന്നാണ് എൻ്റെ സൈൻ ചെയ്ത് മേടിച്ചത്. എന്നിട്ട് ഞാൻ 3 ദിവസം അവിടെ കണ്ണീരൊഴിച്ച് നിന്ന് മാതാവിൻ്റെ മുമ്പിൽ ഇത് പ്രാർത്ഥിച്ചത്. പക്ഷേ അവിടെയും എൻ്റെ മാതാവ് കൈവിട്ടില്ല. 2 പേരെ എനിക്ക് തന്നു. പക്ഷേ ഇത്ര കഷ്ടതകൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും, കൃപാസനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥന കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ബൈബിള് പറ്റാവുന്ന ടൈമിൽ ബൈബിള് വായിക്കും, അരമണിക്കൂറെങ്കിലും വായിക്കാറുണ്ട്. പിന്നെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന, ജപമാല ചെല്ലുന്നത്, അഖണ്ഡ ജപമാലയ്ക്ക് കൂടുന്നത്, അങ്ങനെ എല്ലാത്തിലും ഞാൻ എൻ്റെ സമയങ്ങളിലല്ല. ഞാൻ കോയമ്പത്തൂരായിരുന്നു. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പോൾ പോലും ഞാൻ അവിടെ നിന്ന് എൻ്റെ പള്ളിയിൽ അഖണ്ഡ ജപമാല ഉണ്ടാകുമ്പോൾ, മേക്കേൽ പള്ളിയിൽ അഖണ്ഡ ജപമാല ഞാൻ ബൈക്കിന് ഇവിടെ വന്ന് ജപമാല കൂടിയിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം അത്ര എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മാതാവിനെ, എന്നേക്കാളും ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞായി പെങ്കൊച്ചായിരുന്നു. കൊച്ചിൻ്റെ പേര് സേറ മറിയ ജോമോ എന്നാണ്. പക്ഷേ കൊച്ചിന് 3 ഹോള് ഹാർട്ടിൽ. ഞാൻ ഒന്നും പറഞ്ഞില്ല, മാതാവിനോട് നന്ദിയേ പറഞ്ഞോളൂ.
കാരണം എനിക്ക് ഇത്രയ്ക്കും സങ്കടം തന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അത്രമാത്രം സ്നേഹനിധിയായ മാതാവ് എൻ്റെ കൂടെ. ആ 3 ഹോളിൽ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഇത് അടഞ്ഞില്ലെങ്കിൽ 2 ഹോൾ അടയും, പക്ഷെ 1 ഹോള് അടയാൻ ചാൻസ് ഇല്ല, ഇല്ലെങ്കിൽ വാൽവ് കപ്ലിങ് ഇടണമെന്നാണ് പറഞ്ഞത്. എനിക്കതറിയുള്ളൂ, കാരണം എനിക്ക് നേഴ്സിംഗ് വിഭാഗത്തിൽ അറിയില്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞ് എന്നോട് സുരക്ഷ ഒരു കപ്ലിങ് ഇട്ടാൽ മാത്രമാണ് അത് കറക്റ്റ് ആവുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ മാതാവിനോട്, മാതാവ് കുഞ്ഞാണ്, അവൾ 2.5 വയസ്സ് ആവണുള്ളൂ ഇപ്പോൾ അവൾക്ക്, അപ്പോൾ അത് ഒന്നും അറിയാത്ത കൊച്ചാണ്, പ്രതിരോധശേഷി ഒട്ടുമില്ല അവൾക്ക്. അപ്പോൾ മാതാവിൻ്റെ കരുണ കൊണ്ട് ഞാൻ ആ സമയത്ത് അത്രം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം അവളുടെ നാക്കത്തെ എല്ലാ ടൈമിലും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞാൻ മമ്മയുണ്ടെങ്കിൽ മമ്മ ചെല്ലും, അല്ലെങ്കിൽ മമ്മ ചെല്ലുമ്പോൾ അവളുടെ വിശ്വാസമാണ് ചെല്ലി നാക്കത്ത് തൈലം കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകാൻ, വൈഫ് പുറത്തേക്ക് പോയി, UK പോയി, അത് കഴിഞ്ഞ് ഞാനും പോയി. പക്ഷെ കുഞ്ഞ് ഇവിടെയായിരുന്നു, അമ്മാമ്മയുടെ കൂടെ, ഇവിടെ കുഞ്ഞും അപ്പാപ്പൻ്റെ കൂടെയായിരുന്നു. പക്ഷേ അവൾ എനിക്ക് വന്നപ്പോൾ തന്ന ഒരു സന്തോഷം, എൻ്റെ കൊച്ച് ഇപ്പം ഈ 2.5 വയസ്സിൽ അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് നന്നായിട്ട് ബൈബിൾ വായിക്കും, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വായിക്കും. ഞാൻ പോലും ഇത്ര പെടുത്ത് ക്ലിയറായിട്ട് വായിക്കില്ല, അത്രമാത്രം മുട്ടുകൊത്തി നിന്ന് ആ കൊച്ച് പ്രാർത്ഥന ചെല്ലും ഞങ്ങളുടെ കൂടെ നിന്ന്, അവൾക്കറിയാവുന്ന രീതിയിൽ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം മാതാവ് അവളുടെ ഹോള് അടച്ചു. ഞാനിപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ്, ഞങ്ങൾ അപ്പോളോയിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ അവളുടെ ഹോളുകളെല്ലാം അടഞ്ഞു, അവൾ ക്ലിയറായി. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്നും പ്രാർത്ഥിച്ചത്. ഇവിടെ പോണയ്ക്ക് മുമ്പാണ് ഞാൻ വന്ന് 23-ലാണ് ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം, അതിൽ എനിക്ക് മാതാവ് അവളെ എപ്പോഴും എന്നോട് മാതാവ് എന്തൊക്കെ സ്നേഹം കൂടെ എൻ്റെ കൂടെ ഉണ്ടോ, എൻ്റെ കൊച്ചിൻ്റെ കൂടെ മാതാവ് ഉണ്ടാവണം എപ്പോഴും, ജീവിതകാലം മൊത്തം. കാരണം അത് മതി ഈ ലോകത്തിൽ, വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും ഈ ലോകത്തിൽ ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവിടെ നിന്ന് ഞാൻ കയറി വന്നതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് ഈശോയും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം അവർ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അത്രയ്ക്ക് ഉറപ്പുണ്ട്, എന്നേക്കാളും കൂടുതൽ ഉറപ്പുണ്ട്. അത് മാതാവ് എപ്പോഴും കൃപാസനം, മാതാവ് അവളുടെ കൂടെ ഇപ്പോഴും. അവൾ ഭംഗിയായിട്ട് മാതാവിൻ്റെ പാട്ട് പാടാൻ കേൾക്കാൻ തന്നെ ഭംഗിയാണ്, അത്രമാത്രം അവളുണ്ട്. അതുകൂടാണ്ട് ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കാര്യം അറിയില്ല. കാരണം ഞാൻ സംസാരിക്കും മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷ് പറയാനോ സംസാരിക്കാനോ സംസാരിക്കാൻ നമുക്കറിയില്ല, ഒട്ടും അറിയില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ UK ചെന്ന്. എൻ്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കും, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് 6 മാസത്തോളം ജോലി ഇല്ലാണ്ടിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല. ഞാൻ ഷെഫിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്തു, പക്ഷേ ഇംഗ്ലീഷ് ഫുഡ് അല്ലാണ്ട് നമുക്കവിടെ ഇന്ത്യൻ ഫുഡിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് കയറാം, പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ ചെന്ന് അവർക്ക് ട്രെയിൽ അടിച്ചു. പക്ഷെ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു. പക്ഷെ അവർക്ക് പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഇതിൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പോന്നു, വീട്ടിൽ വീണ്ടും സങ്കടമായി. ഞാനപ്പോൾ ഓൺലൈനായിട്ട് എനിക്കിവിടെ വരാൻ ചെയ്യാണ്ട് ഓൺലൈനായിട്ട് ഞാൻ ക്യാൻഡിൽ പ്രയർ എടുത്തായിരുന്നു. ക്യാൻഡിൽ പ്രയർ എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കെയർ ജോബ്, എൻ്റെ ലൈഫിൽ പോലും ഞാൻ ഒരു നേഴ്സ് എന്ന് പറഞ്ഞൊരു ചിന്ത എൻ്റെ ലൈഫിലേക്ക് വരാത്തൊരു ജോബാണ്. അതും 90 വയസ്സുള്ള കാരണവന്മാരെ ശുശ്രൂഷിക്കാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം. അത് അവരുടെ അടുത്ത് പോയി സംസാരിക്കാനോ എനിക്ക് ഒന്നും അറിയില്ല. എന്നാലും ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ അടുത്ത് കാശ് രൂപം എടുത്ത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ അടുത്ത് വരുന്നത് 2 ഡെപ്യൂട്ടീസാണ് വരുന്നത്. അതൊന്നും ഗാന എന്നുള്ള ഒരു നീഗ്രോ വംശകനും പിന്നെ ഒന്ന് ഇംഗ്ലീഷുകാർ മാഡമായിരുന്നു, 2 പേരും. പക്ഷെ അവർക്ക് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവരെന്നെ പാസ്സാക്കി. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക്, പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന 2 പേര് ഫെയിൽഡായി. എൻ്റെ കൂടെ തന്നെ മലയാളീസായിരുന്നു, പക്ഷെ 2 പേര് ഫെയിൽഡായി. എനിക്കറിയില്ല എന്താണ് ഞാൻ സംസാരിച്ചെന്നോ എന്താണ് പറഞ്ഞതെന്ന് പോലും. കാരണം എന്തിൻ്റെ വേടെന്ന് പോലും എനിക്കറിയില്ല. ഇംഗ്ലീഷിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയറായിട്ട് ഇവിടെ നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് അത് ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഇതെല്ലാം എനിക്ക് കിട്ടി. ഞാനത് കിട്ടിയതിന് ശേഷം ആണ് ഇവിടേക്ക് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൂടാണ്ട് എനിക്ക് എൻ്റെ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ ചുറ്റും വർക്ക് ചെയ്ത
എല്ലാവരും കൃപാസനത്തിൽ വർക്ക് ചെയ്ത് കൃപാസനം വന്ന് കണ്ട എല്ലാവരുമാണ്. ഒരുപാട് പേര് എനിക്ക് കൃപാസനത്തിൽ അവിടെ ചുറ്റുമുണ്ട്. എൻ്റെ മാതാവ് എന്ത് ഹെൽപ്പിന് വേണോ എന്തിനു വേണോ എനിക്ക് കൃപാസനത്തിൻ്റെ എന്ത് വേണം. അതുകൂടാണ്ട് എനിക്കവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ഹിന്ദു ചേച്ചിക്ക് NHS ജോലി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവർക്ക് കൊടുത്തു. അവർ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഒരു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് തിരിയും തൈലവും മേടിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് കിട്ടും, ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നതിനേക്കാളും വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ള ധൈര്യമുണ്ട്. ഞാനത് പറയാറുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നാൽ പോലും 3 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. ഇന്നലെ ഒരു ഫ്രണ്ട് വന്നു പോയിരുന്നു ഫാമിലിയായിട്ട്. ഞാനത് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അത് കമ്പനിയിൽ നിന്ന് വരുന്നൊരു ഐറ്റം, ഇത്രയും ലോകം ചുറ്റി വരുന്നൊരു കമ്പനിയിൽ നിന്ന് വരുന്ന ഐറ്റത്തിന് നമ്മൾ അത്ര വിശ്വാസം കൊടുത്ത് നമ്മളൊരു എടുക്കുന്നുണ്ടെങ്കിൽ, 1 കോടിയുടെ വരെ വാച്ച് ഉണ്ട്. പക്ഷെ ആ വാച്ച് എടുക്കുമ്പോൾ നിന്ന് പോകാം, നിൽക്കാണ്ടിരിക്കാം, ഓടാം. പക്ഷെ നമ്മൾ അതിന് കൊടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ എടുക്കുന്നത്. മാതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്ര ഇത് വേണ്ടത്. നിങ്ങളൊരു ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യമായിട്ടും ഇവിടെ വന്ന് 100 കോടി ജനങ്ങൾ വന്നാലും കൊടുക്കും മാതാവ്. അത്രയ്ക്ക് ഉറപ്പ് ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതം കൊണ്ട്. കാരണം ഈ നിമിഷം വരയ്ക്കും എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോലും ഞാൻ ചെക്കപ്പ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ബോൺ കുത്തിയാണ് ശരിക്കും തലയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇതെടുക്കുന്നത്. എനിക്കിതുവരെ ഒരു ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല. അത്രമാത്രം എന്നെ മാതാവിൻ്റെ കരവലയത്തിലൊക്കെ കൊണ്ടുപോയി നടക്കുന്നത്. അത്രയ്ക്ക് സപ്പോർട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം.